വെള്ളായണി ജംഗ്ഷൻ മുതൽ പുഞ്ചക്കുരി വരെയാണ് ലൈറ്റ്സ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയായി ഒത്തിരി ലൈറ്റ്സ് ഭയങ്കര കളർഫുള്ളായിട്ട് ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. റോഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. ടൂ വീലറിൽ വരുന്നതായിരിക്കും കുറച്ചുകൂടി സൗകര്യപ്രദം. ബ്ലോക്ക് കാരണം ഞങ്ങളൊരു സൈഡ് റോഡ് വഴി കായലിൻ്റെ കരയിൽ ചെന്ന് കയറുക ചെയ്തത്. അവിടെയുള്ള ഒത്തിരി ആൾക്കാരുടെ ഒത്തിരി ദിവസത്തെ കഷ്ടപ്പാടും എല്ലാം നമുക്കിതിൽ കാണാൻ കഴിയുന്നതാണ്. ഒത്തിരി ദിവസമെടുത്ത് അവർ വളരെ മനോഹരമായിട്ട് തന്നെയാണ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദേവി ഇപ്പോൾ അമ്പലത്തിൽ നല്ലിരിപ്പാണ്. അപ്പോൾ അമ്പലത്തിൻ്റെ പുറത്തുള്ള വയലിലാണ് ഇപ്പോൾ ദേവി ഇരിക്കുന്നത്. അപ്പോൾ ദേവിയെ തൊഴുവാനായിട്ട് വരുന്നവർ ഇവിടെ വന്ന് അവരുടെ ഈ അവർ അലങ്കരിച്ചിരിക്കുന്ന ഈ ലൈറ്റ്സൊക്കെ കണ്ടിട്ട് പോകുന്നത് വളരെ നന്നായിരിക്കും. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികളെ വീട്ടിൽ കാണുമല്ലോ. അപ്പോൾ അവരെ കൊണ്ട് അമ്പലത്തിൽ തൊഴാൻ വരുവാണെങ്കിൽ ഇവിടെ വന്ന് ലൈറ്റ്സ് എല്ലാം കണ്ടിട്ട് പോകുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ ലൈറ്റ്സ് മാത്രമല്ല, കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു ഹൊറർ കേവ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ ഒരിടത്ത് നമ്മളധികം അങ്ങനെ കാണാത്ത ഒരു ഡാമും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോർമലി ഇപ്പോൾ നമ്മൾ ഒത്തിരി ലൈറ്റ്സ് കാണുന്നതുകൊണ്ടായിരിക്കും, അതുപോലെ തന്നെ വാട്ടർ ഫൗണ്ടനെല്ലാം നമ്മൾ കാണുന്നുണ്ടായിരിക്കും. പക്ഷേ ഇങ്ങനെ ഒരു ഡാം സെറ്റപ്പ് വളരെ കുറവായിട്ടാണ് കാണപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു ആർട്ടിഫിഷ്യൽ റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒത്തിരി വാട്ടർ ഫൗണ്ടൻസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ സൈഡിൽ നമുക്ക് നമ്മുടെ നാടൻ സാധനങ്ങൾ മാങ്ങയും നെല്ലിക്കയും അതുപോലെ തന്നെ സർബത്ത് മോരുവെള്ളം അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വന്ന് കണ്ട് എൻജോയ് ചെയ്തിട്ട് പോകണേ. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.